ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരീഷ്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. നമുക്കിത് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രം വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന അടിപൊളി സാധനമാണ്. അതിനുള്ള ഐറ്റംസ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മാലയുടെ മുത്താണ്. ഇത് ഉപയോഗശീലമാണ്. നമുക്ക് വീട്ടിലുള്ള കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ ഉള്ളതാണ്. ഇത് ഒരു വിഗ്രഹം, പഴയൊരു വിഗ്രഹം, ഏത് ടൈപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇത്രയും വലിപ്പം ഉണ്ടാകാൻ മാത്രമേ പാടുള്ളൂ. പിന്നെ ഒരു ഗോൾഡൻ പെയിൻറ്റ്, ബ്രഷ്, ഫെവിക്കോള്. പിന്നെ ഇത് ഒരു ക്രോക്കറി ഐറ്റംസാണ്. ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗശീലമായി കിടക്കുന്ന ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഐറ്റം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നിസ്സാരമായ ഒരു വൈറ്റ് പേപ്പറിൽ പെയിൻറ്റുകൾ ചെയ്ത് നമുക്ക് ഇങ്ങനെയൊരു ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കടയിൽ ഏകദേശം 50 രൂപയോളം വില വരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഒരു കാർഡ്ബോർഡ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഈ ക്രോക്കറി ഐറ്റംസ് നല്ലവണ്ണം പെയിൻറ്റ് ചെയ്യുക. അതായത് ഗോൾഡൻ പെയിൻറ്റ് ഉപയോഗിച്ച് നല്ലവണ്ണം ഈ ഒരു ഐറ്റം പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിത് നല്ലവണ്ണം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് വശവും നമ്മൾ ഗോൾഡൻ പെയിൻറ്റ് ഉപയോഗിച്ച് നല്ലവണ്ണം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാർഡ്ബോർഡ് കഷ്ണം റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്യുക. ശേഷം ഗോൾഡൻ പെയിൻറ്റ് ഇതിൽ മുഴുവനായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ശേഷം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ആ ഒരു ഐറ്റം ഇതിൻ്റെ ബാക്കിലേക്ക് നല്ല പശ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെ പശ ഉപയോഗിച്ച് നല്ലവണ്ണം സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്ത സാധനം ക്രോക്കറിക്കുള്ളിലേക്ക് വെച്ച് വീണ്ടും സ്റ്റിക്ക് ചെയ്യുക. ഇളകി പോരാത്ത വിധം നല്ലവണ്ണം ഉറപ്പിച്ച് വെക്കുക. ഇതുപോലെ. ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ വിഗ്രഹം ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെക്കുക. ശേഷം കയ്യിലിരിക്കുന്ന ഓരോ മുത്തുകളും ഇതിൻ്റെ സൈഡ് വഴി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കുക. ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡൻ പെയിൻറ്റ് ഉപയോഗിച്ച് ഇത് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഷോ കേസിലോ കാറിൻ്റെ ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ പൂജാ മുറിയിലോ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല അടിപൊളി ഐറ്റമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.